അടച്ചിട്ട ബാറുകളുടെ കാര്യത്തിൽ കോൺഗ്രസിനകത്ത് ഇപ്പോഴും ആന്റി പ്ലേ തുടരുകയാണ്. ബാർ അടച്ചതുകൊണ്ട് നാട് രക്ഷപ്പെട്ടു എന്ന് സുധീരൻ പറയും. ബാറുകൾ തുറന്നേ പറ്റൂ എന്ന് ചാണ്ടിയും ബാബുവും. ഈ പതിവ് കാഴ്ചയിൽ ഇപ്പോൾ ടി.എൻ. പ്രതാപനും അണിചേർന്നിരിക്കുന്നു. 418 ബാറുകൾ പൂട്ടിയോടുകൂടിയിട്ട് സമൂഹത്തിൽ സൽസ്വഭാവികളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ള കാര്യം ഗവൺമെന്റിന് അറിയാമോ? ഒരു 60ന്റെ ക്വാർട്ടർ കേട്ടോ. എരിപ്പോ ഇട്ടിട്ടില്ല, ഒരു ചട്ടിയെങ്കിലും ഇട്ടോടെ. കെട്ടിയിട്ട് വളർത്തുന്ന ശൗര്യം കൂടും. ആധാർ ഉപയോഗിച്ച് അമിതമായി മദ്യം വാങ്ങുന്നത് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് ഇതുവരെ പരിശോധിച്ചിട്ടില്ല. ആ നിർദ്ദേശം ഗവൺമെന്റ് ഗൗരവമായിട്ട് പരിശോധിക്കാം. 200 കാണൂ. എങ്ങനെ 200? ഓ, ഒരു 100 തരാം. മതിയാ? എന്ത് ചെയ്യുന്നു? ഇറിഗേഷൻ. ഓ, ജലസേചന വകുപ്പ്. വെള്ളമാ നമ്മുടെ വകുപ്പ്. മനസ്സിലായി സാർ. ഇവിടെ ബിവറേജ് ഈ 418 ഹോട്ടലുകൾ അടച്ച് പൂട്ടിയതിന് ശേഷമുള്ള കണക്കുകൾ വെച്ച് നോക്കിയാലും അത്ര പറഞ്ഞ പോലെ കണക്കുകൾ തെളിയിക്കുന്നത് ഉപയോഗം കുറഞ്ഞു എന്നല്ല. ഇപ്പം ഈ 3 മാസം കൊണ്ട് 225 കോടി രൂപയുടെ അധിക വിൽപ്പന നടന്നിട്ടുണ്ട്. 20,38,072 സാർ. 73,048 കേസ് മദ്യം ഈ ഏപ്രിൽ മാസത്തിൽ മാത്രം കുറവ് വിറ്റുവെന്നും സാർ ബീവറേജ് കോർപ്പറേഷന്റെ വെബ്സൈറ്റിലെ കണക്കാണ്. നിന്നോട് ഞാൻ പറഞ്ഞതാ ഒരുമാതിരി ആന്റി പ്ലേ എന്റെ പിള്ളേരെടുത്ത് ഇറക്കരുത്. അന്നേരം അല്പം വെള്ളമായി പോയി. വെള്ളം അതുപോലെ തന്നെ 333 ഹോട്ടലുകൾ കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വാങ്ങുന്ന മദ്യത്തിൻ്റെ അളവ് ഏകദേശം 84% വർദ്ധിച്ചിട്ടുണ്ട്. ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ വഴിയുള്ള വിൽപ്പനയും 25% വരെ വർദ്ധിച്ചു. അണ്ണാ, ഈ ആന്റി പ്ലേ എന്ന് വെച്ചാൽ എന്തുവാ? ആന്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? അമ്മായി. ആ അമ്മായി കളി. അവന്റെ അമ്മായി കളി എന്നോട് വേണ്ട. ഓ, അതാണ്. ഈ സിറ്റിയിൽ എന്റെ അപ്പുറത്ത് അമ്മായി കളി ഇല്ല. നീ വിട്. കോൺഗ്രസിലെ ആന്റി പ്ലേ നിയമസഭയെയും കീഴടക്കി കഴിഞ്ഞു. ഗുണം ഒന്നു മാത്രം, പ്രതിപക്ഷത്തിന് കണ്ടു രസിക്കാം. ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ മരുന്ന് കത്തിക്കലാണ് പ്രധാന വിനോദം. അങ്ങനെ കത്തിച്ച് തീരുമ്പോൾ കൂടുതൽ മരുന്നുകൾ വാങ്ങും. വൻകിട കമ്പനികൾ ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നൽകും. വീണ്ടും വാങ്ങും, വീണ്ടും കത്തിക്കും. മരുന്ന് കത്തിക്കൽ പുറത്തായതോടെ കേരള രാഷ്ട്രീയത്തിലെ പുതിയ CBI ശിവൻകുട്ടി അന്വേഷണത്തിനിറങ്ങി. ശിവകുമാറിനെ ഭീതിപ്പെടുത്തിയ ആ വരവ് കാണേണ്ടതു തന്നെയാണ്. തുറന്നിട്ട് പറഞ്ഞാൽ MLA ഒന്ന് തുറന്നു പറഞ്ഞാൽ നിങ്ങൾ തുറക്കുന്ന വേണ്ടെന്ന് നിങ്ങൾ തുറക്കുന്നതുകൊണ്ട് ഒരു സെക്കൻഡ് ഒന്നും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ല വേണ്ട. ആരോടോ കാട്ടാൻ ആര് പറഞ്ഞു? MLA കൂടെ കയറാൻ പറ്റുന്ന ഏതാവത്തെ പറഞ്ഞാലേ കടുത്ത പനിയും മരുന്നുക്ഷാമവും അനുഭവപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഹെൽത്ത് ഡയറക്ടറുടെ ഓഫീസിൻ്റെ പുറകിലുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക്ഷോപ്പിൻ്റെ സൈഡിൽ ദുരൂഹമായി ഇവിടെ മരുന്ന് കുഴിച്ചിട്ടിരിക്കുന്നത്. എത്ര കോടി രൂപയുടെ മരുന്നാണ് കുഴിച്ചിട്ടെന്ന് സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുന്നതിന് വേണ്ടി കഴിയില്ല. വലിയ യന്ത്രം വെച്ച് എന്താ അതിൻ്റെ പേര് JCB ഇട്ട് വലിയ കുഴിയെടുത്തിട്ടാണ് മരുന്ന് ഇവിടെ കുഴിച്ചു മൂടിയിരിക്കുന്നത്. കത്തിക്കപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും.
കത്തിച്ചത് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളവരും നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എങ്കിൽ പോലും ഒരു രേഖ ഉണ്ടാവുമല്ലോ ഇവിടെ. ഈ മരുന്നുകൾക്കൊരു രേഖ ഉണ്ടാവും. ആ രേഖയും പിന്നെ അതുപോലെ തന്നെ ഇവിടെ കത്തിച്ച് നശിപ്പിക്കാനിടയായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണം നടത്തി അതിൻ്റെ സത്യസ്ഥിതി പുറത്തു കൊണ്ടുവരുന്നത് നല്ലതാണ്. വമ്പൻ കമ്പനികളിൽ നിന്ന് മരുന്ന് വാങ്ങുക, കത്തിക്കുക, വീണ്ടും വാങ്ങുക, കത്തിക്കുക. മരുന്ന് കമ്പനികളെ ഉദ്യോഗസ്ഥർ രക്ഷിക്കട്ടെ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.